നോമ്പിന് നമുക്ക് നല്ല വെറൈറ്റി ക്രിസ്പി സമോസ ഉണ്ടാക്കിയാലോ? അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടി ഞാനിവിടെ പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 3 നീളത്തിലരിഞ്ഞ സവാളയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഒരു വലിയ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് അതും ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. 1 മിനിറ്റ് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു കാബേജിൻ്റെ 1/4 ഭാഗം അതും വളരെ ചെറുതായിട്ട് അരിഞ്ഞ് അതും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. എല്ലാം കൂടി ടോട്ടൽ ഒരു 2 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതി. അതിനുശേഷം വളരെ ചെറിയ തീയിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 6 മിനിറ്റ് കൊണ്ട് നമുക്കിത് വെന്ത് കിട്ടും. ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി 2 ടീസ്പൂൺ പെപ്പർ പൗഡർ, അതേപോലെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ഇത്രയും ചേർത്ത് വളരെ ചെറിയ തീയിൽ ഞാനിതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കരിഞ്ഞു പോകാതെ നമുക്ക് നന്നായിട്ടൊന്ന് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് 1 കപ്പ് ചേർത്ത് കൊടുത്തു. ഇനി അതും കൂടി ചേർത്ത് ഇതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. പിന്നെ ഞാനിതിലേക്ക് 300 ഗ്രാം ബീഫ് ഉണ്ടല്ലോ, ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ച് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തു. ബീഫിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ചേർത്തും ഈ റെസിപ്പി ഉണ്ടാക്കാം. ഇനി നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. വെള്ളം അല്പം പോലും ഉണ്ടാവാൻ പാടില്ല. ആ രീതിയിൽ നല്ലപോലെ വഴറ്റി ഉണക്കിയെടുക്കുക. ഇവിടെ മസാലയെല്ലാം ഏകദേശം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മസാലയാണ്. ഇനി ഇതിൽ ആവശ്യത്തിന് മല്ലിയിലയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കണം. മസാല ഇതുപോലെ ഡ്രൈ ആക്കി എടുത്താലുണ്ടല്ലോ ഇത് കുറേ ദിവസം കേടാവാണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എപ്പോഴും മസാല ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. ഇനി സമോസ ഷീറ്റ് ഉണ്ടല്ലോ, വീഡിയോയിൽ കാണുന്ന രീതിയിൽ കോണാക്കി എടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് വെച്ച് കൊടുക്കണം. ഫില്ലിംഗ് ഒക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് പ്രസ്സാക്കി എടുക്കണം. വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇതുപോലെയാണ് സമോസ ഷേപ്പ് ചെയ്തെടുക്കേണ്ടത്. നന്നായിട്ട് പ്രസ്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇതേപോലെ നല്ല സ്ട്രൈറ്റ് ആക്കി എടുക്കണം. എല്ലാം ഒരേ ലെവലാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി കുറച്ച് മൈദ മിക്സ് ഉണ്ടല്ലോ കലക്കി വെച്ചിട്ടുണ്ട്, അത് തേച്ച് കൊടുക്കണം. നന്നായിട്ട് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് റെഡിമെയ്ഡായിട്ട് വാങ്ങിയിട്ടുള്ള സമോസ ഷീറ്റാണ്. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയും വേണമെങ്കിൽ ചെയ്യാം. ഇതാകുമ്പോൾ എളുപ്പമല്ലേ. ഇനി നന്നായിട്ട് ഒട്ടിച്ചെടുക്കണം. വീഡിയോയിൽ കാണുന്നില്ലേ ഗ്യാപ്പ് ഇങ്ങനെ വന്നിട്ട്? ഇതെല്ലാം നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ അകത്തേക്ക് ഓയിൽ അല്പം പോലും കയറില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗവും നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ സമോസ ഒന്നാമത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും ഒന്നും കൂടി കാണിച്ചു തരാം. വീഡിയോയിൽ കാണുന്ന രീതിയിൽ ആദ്യം കോണായി മടക്കിയെടുക്കണം. എന്നിട്ട് ഈ രീതിയിലൊന്ന് മടക്കിയെടുക്കുമ്പോൾ നമുക്കൊരു കോണ് പോലെ കിട്ടും. ഇതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കണം. ഫില്ലിംഗ് നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് കൂടുതലുള്ള പോലെ സമോസ കഴിക്കാൻ ടേസ്റ്റാണ്. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം ഈ രീതിയിൽ നല്ലപോലെ ടൈറ്റാക്കി എടുക്കണം. എന്നിട്ട് 2 മൂല ഉണ്ടല്ലോ ഒരേ സൈഡുള്ള അത് ലെവലാക്കി എടുക്കണം. ഇപ്പോൾ ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി കണ്ടല്ലോ, ഇനി ഗമ്മുണ്ടെങ്കിൽ നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കണം. നല്ല കട്ടിക്ക് തന്നെ മൈദ മാവ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുത്താൽ മതി. എന്നിട്ട് ഈ മൂലയും കറക്റ്റാക്കി എടുക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ളതും ക്ലോസ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണ്. വീഡിയോ ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകും. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വരില്ല. വീഡിയോ കണ്ടാൽ കറക്റ്റാവും. എന്നിട്ട് ഈ ഒരു ഭാഗവും മടക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇനി നമുക്കിതെല്ലാം റെഡിയാക്കി വെക്കാം. അപ്പോൾ ഞാൻ കുറച്ച് അധികം സമോസ ഉണ്ടാക്കുന്നുണ്ട്. നോമ്പിന് കുറേ ദിവസം സൂക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ഞാൻ ഫ്രീസറിലാണ് ഇതെല്ലാം സൂക്ഷിച്ച് വെക്കുന്നത്. ആവശ്യത്തിനുള്ള മാത്രം ഇപ്പോൾ ഫ്രൈ ചെയ്ത് കാണിക്കും. ബാക്കിയുള്ളതെല്ലാം കണ്ടെയ്നറിൽ വെച്ചിട്ട് ഫ്രീസറിൽ വെക്കും. അപ്പോൾ എനിക്ക് കുറേ ദിവസം പിന്നെ എല്ലാ ദിവസവും ഉണ്ടാക്കേണ്ടി വരില്ല. കുറേ ദിവസം ഇത് സൂക്ഷിക്കാൻ പറ്റും. ഇനി ഒരു മുട്ട, വളരെ കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത് ഈ സമോസ ഇതിൽ മുക്കിയെടുക്കണം. പിന്നെ ഇത് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡിൻ്റെ പൊടി വേണം. ഞാനിവിടെ ഒരു 3 പീസ് ബ്രെഡ് എടുത്തിട്ട് ഒന്ന് തരിയോട് കൂടി പൊടിച്ചെടുക്കുന്നുണ്ട്. നൈസ് പൗഡറായിട്ട് പൊടിച്ചെടുക്കണ്ട. അങ്ങനെയാകുമ്പോൾ സമോസ കാണാൻ ഭംഗി ഉണ്ടാവില്ല. എന്നിട്ട് മുട്ട മിക്സിൽ മുക്കിയതിന് ശേഷം
ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് എണ്ണയിലേക്ക് സമോസ ഇട്ട് കൊടുത്താൽ മതി. കുറച്ചും കൂടി ടേസ്റ്റിയും കാണാൻ ഭംഗിയൊക്കെ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തത്. അപ്പോൾ ഇതിൻ്റെ യാതൊരു ആവശ്യമില്ല. പിന്നെ വെറൈറ്റി കഴിക്കാനാണല്ലോ എല്ലാവർക്കും താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നിട്ടുള്ളത്. എണ്ണ നല്ല പോലെ തിളച്ച് കഴിഞ്ഞാൽ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കണം. 3-4 ഒന്നിച്ചിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുറച്ചേ കാണിച്ചു തരുന്നുള്ളൂ. ബാക്കിയുള്ളത് നോമ്പ് തുറക്കുന്ന ടൈമുണ്ടല്ലോ, ആ സമയത്ത് ഞാൻ ഫ്രൈ ചെയ്തോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും കാണാം. ബൈ ബൈ.